ഏറെ അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ ഇപ്പോഴാണ് അഭിനന്ദനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയത്. വലിയ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് വിംഗ് കമാൻഡർ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയത്. നേരത്തെ 3 മണിക്ക് അഭിനന്ദനെ കൈമാറും എന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. 6 മണിയോടെ ആയപ്പോൾ അഭിനന്ദനെ കൈമാറി. മെഡിക്കൽ പരിശോധനകൾ നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ, അനൌദ്യോഗികമായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് അഭിനന്ദൻ ഇതുവരെയും എത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത്. ഇപ്പോഴിതാ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ്. വാഗാ അതിർത്തിയിൽ കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് വിംഗ് കമാൻഡറെ ഇന്ത്യക്ക് കൈമാറിയത്. ആ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇത്. അല്പസമയം മുൻപാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ പുറത്തുവിട്ടത്. ഇതിനു മുൻപ് അഭിനന്ദന്റെ ഒരു തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നില്ല. അവസാന സമയത്ത് ഒരു സമാധാനത്തിനായി തങ്ങൾ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ലോകത്തിന് മുന്നിൽ കാണിക്കാനായിട്ട് കൂടിയാണ് അഭിനന്ദനെ കൈമാറുന്ന ദൃശ്യങ്ങൾ പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് വാഗാ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ സ്ഥാനം കൽപ്പിച്ചപ്പോൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ തത്സമയം അഭിനന്ദനെ കൈമാറുന്ന ദൃശ്യങ്ങൾ കവർ ചെയ്യുകയായിരുന്നു. ഇതിന്റെ ലക്ഷ്യം എന്നത് തന്നെ സമാധാനത്തിനായാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്ന തരത്തിൽ ലോകത്തെ അറിയിക്കുക എന്നതിനു വേണ്ടിയാണ്. അഭിനന്ദനെ കൈമാറുന്ന ദൃശ്യങ്ങൾ ഒന്നും തന്നെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ കിട്ടിയിരുന്നില്ല. പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ നിന്നാണ് ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നത്. പാക് റേഞ്ചർമാരുടെ ഒപ്പമാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ എത്തിയത്. കനത്ത സുരക്ഷാ സന്നാഹമായിരുന്നു അഭിനന്ദന് ഒരുക്കിയിരുന്നത്. ഇന്ത്യൻ അതിർത്തിയിൽ BSF ജവാന്മാർ വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. അഭിനന്ദന്റെ എല്ലാ രേഖകളും പരിശോധിച്ച ശേഷം പിന്നീട് ഇന്ത്യക്ക് കൈമാറുകയായിരുന്നു. 2 തവണ അഭിനന്ദനെ കൈമാറുന്ന സമയം പാകിസ്ഥാൻ സൈന്യം മാറ്റിയിരുന്നു. പിന്നീടാണ് ഇപ്പോൾ അല്പസമയത്തിന് മുൻപ് അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയത്. മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന യുദ്ധ തടവുകാരനായതിനാൽ റെഡ് ക്രോസിന്റെ പ്രത്യേക സംഘം അഭിനന്ദനെ പരിശോധിച്ചിരുന്നു. പാകിസ്ഥാനിൽ പെട്ടുപോയ അഭിനന്ദനെ നാട്ടുകാർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ അഭിനന്ദന്റെ മുഖത്തും തോളിലും പരിക്കേറ്റിരുന്നു. ദേശീയ പതാകയുമേന്തി വൻ ജനാവലിയായിരുന്നു അഭിനന്ദനെ നേരിട്ട് സ്വീകരിക്കാൻ കാത്തുനിന്നത്. അഭിനന്ദന്റെ കുടുംബാംഗങ്ങളും അതിർത്തിയിൽ കാത്തുനിന്നിരുന്നു. വൈകിട്ട് 5:20 അഭിനന്ദനെ കൈമാറും എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ ദേശീയ പതാക വീശിയും നൃത്തം ചവിട്ടിയും മുദ്രാവാക്യം വിളിച്ചും ജനക്കൂട്ടം അവിടെ തമ്പടിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് അഭിനന്ദനെ കൈമാറിയില്ല. ഇപ്പോഴാണ് അഭിനന്ദനെ കൈമാറിയത്. ആഹ്ലാദത്തിലായിരുന്നു ജനങ്ങൾ മുഴുവനും. രാജ്യമെമ്പാടും ഇപ്പോൾ ആഘോഷവും തുടങ്ങിയിട്ടുണ്ട്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വീരനായി തന്നെയാണ് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയത്. എയർവേസ് മാർഷൽമാരും കുടുംബാംഗങ്ങളും വാഗാ അതിർത്തിയിൽ അഭിനന്ദനെ സ്വീകരിച്ചു. മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. തുടർന്ന് അമൃത്സറിലേക്ക് കൊണ്ടുപോയ ശേഷം വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിയിൽ എത്തിക്കും. പാക് സൈനിക വിമാനത്തിലാണ് റാവൽപിണ്ടിയിൽ നിന്ന് അഭിനന്ദനെ ലാഹോറിൽ എത്തിച്ചത്. ലാഹോറിൽ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾ കൈമാറ്റ രേഖയിൽ ഒപ്പുവെച്ചു. വാഗാ അതിർത്തിയിൽ അഭിനന്ദനെ എത്തിക്കുന്നത് പ്രമാണിച്ച് അതിർത്തിയിലെ സൈനികരുടെ പതിവ് പ്രദർശനമായ ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങുകൾ ഒഴിവാക്കിയിരുന്നു. അഭിനന്ദനെ വരവേൽക്കാൻ 100 കണക്കിന് ആളുകൾ ഇന്ത്യൻ പതാകയുമായി വാഗയിൽ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അഭിനന്ദനെ കൈമാറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.